ഹേ ഗൈസ്, സോ ഇന്നത്തെ പരിപാടി കോഴിക്കോട് വെച്ചിട്ടാണ്. പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, വെറുതെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ 18-ാം തീയതി മോർണിംഗിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ബീച്ചിന്റെ തൊട്ടടുത്താണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന പാടത്ത് തന്നെ ഞങ്ങൾ ലഗേജ് ഒക്കെ റൂമിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ താഴത്തോട്ട് പോകാൻ വേണ്ടി ലിഫ്റ്റിൽ കയറിയപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ലിഫ്റ്റ് കൊണ്ടുപോയത് 3rd ഫ്ലോറിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഫുൾ ബാൽക്കണി പോലെ. പിന്നെ ഞങ്ങൾ വീണ്ടും ലിഫ്റ്റിൽ കയറി, വീണ്ടും ഞങ്ങൾ കൊണ്ടുവന്നത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിച്ചു. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് പോയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആദർശ് ഹോട്ടലിലോട്ടാണ് പോയത്. അത്യാവശ്യം ഫേമസ് ആയ ഒരു ഹോട്ടലാണ്. ഫേമസ് ആവാൻ കാരണം അവിടുത്തെ ഫുഡൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല ഫുഡുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് മാങ്ങാപ്പെട്ടി കടുക്ക അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ആക്കി. ഫുഡിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് അവരെ കക്കൊണ്ടുള്ളൊരു ഐറ്റമാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മോർണിംഗ് തന്നെ വയറ് അത്യാവശ്യം ഭയങ്കര ഫില്ലായിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ഈവനിങ് പിന്നെ ഫുഡ് കഴിക്കാൻ വെച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് സൈത്തുനിലോട്ടാണ്. അപ്പം അവിടെ ഇഫ്താറിൻ്റെ പരിപാടിയാണ്. അവിടെ ഇങ്ങനെ ഫുഡ് ഓർഡർ ആക്കണ്ടേ പറഞ്ഞത് നമുക്കൊരു മുറം തരും അവർ. അപ്പം നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ അവിടെ പോയിട്ട് എടുക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ള മുറത്തിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ അവരെ നമ്പർ നോട്ട് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ബില്ല് വരുന്നത്. ഫുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, കാരണം ഫുൾ വെറൈറ്റി ഫുഡ്സ് ആയിരുന്നു. വെറൈറ്റി മാത്രമല്ല, ആ വെറൈറ്റിക്ക് അനുസരിച്ച് ടേസ്റ്റും ഉണ്ട്. നമുക്ക് എന്ത് ഫുഡാണോ വേണ്ടത് ആ ഫുഡ്സൊക്കെ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഉപ്പിലിട്ടതാണെങ്കിൽ പോലും ഉണ്ട് അവിടെ. ഇതേപോലത്തെ മുറത്തിലാണ് നമ്മൾ ഫുഡ് എടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡ്സൊക്കെ അവിടെ നിന്ന് ഓർഡർ ആക്കി. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഹൈദരാബാദി ഹലീമായിരുന്നു. ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ടേസ്റ്റ് ഇല്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ ആദ്യം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് പൊട്ടാറ്റോൻ്റെ ഉള്ളിൽ ചീസ് നിറച്ചിട്ടുള്ളതാണ്. ഇതിന് ചീസ് കുറച്ച് കുറവാണ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് മട്ടൻ സൂപ്പ് കണ്ടത്. മട്ടൻ സൂപ്പ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ല, ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അങ്ങനെ അതും ഓർഡർ ആക്കി. ഇത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഫഹദിന് ഇത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇവർ ഭയങ്കര ചൂടോടൊക്കെയാണ് എന്ത് സെർവ് ചെയ്യണത്. ഇതെനിക്ക് ഫസ്റ്റ് കുടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഈ മട്ടൻ്റെ ഒരു പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പിടിയും വലിയായിരുന്നു. കാരണം ഇവർ ചെറുതായിട്ട് മസാല ചേർത്തിട്ട് വേവിച്ചെടുത്തേക്കാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ പോലെയാണുള്ളത്. ഞാൻ കുറേ നേരം അതിനൊരു പീസ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കണം. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെങ്കിലും ലാസ്റ്റ് ചെറിയ ചെറിയ പീസായിട്ട് അത് കിട്ടണേ. പക്ഷെ നമ്മൾ അതിനൊരു പീസ് കിട്ടാണ്ട് വെറുതെ വിടാൻ പാടില്ലല്ലോ. അത് കാരണം ഞാൻ വല്ല വടവലി കളിച്ചിട്ടാണെങ്കിലും ലാസ്റ്റ് അതിനൊരു പീസ് ഞാൻ കടിച്ചെടുത്തു. ഇതൊരു പോക്കറ്റ് സമൂസയാണ്. ഇതിൽ കാണുമ്പോൾ ചെറുതാണെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇത് കുറച്ചും കൂടി വലുപ്പമുണ്ട്. ഫഹദിന് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ അടുത്ത് ട്രൈ ചെയ്തത് ഈ ഹലീമായിരുന്നു. ഇതെനിക്ക് ഫസ്റ്റ് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഇത് ഇറക്കിയപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഈ ഹലീം ഉണ്ടാക്കുന്നത് തന്നെ കുറേ നേരം എടുത്തിട്ടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരിത് ഇടിച്ചിടിച്ച് ഇത് ഒരു പേസ്റ്റ് രീതിക്ക് ആക്കിയൊന്നും ചെയ്യുന്നത്. മട്ടനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും പോലും അവർ ഇതേപോലെ ഇടിച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ഈ ഹലീം ആക്കി എടുക്കുന്നത്. അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞപ്പോൾ ഒന്നുകൂടി അതിൻ്റെ ടേസ്റ്റ് കൂടി. എനിക്കിവിടുന്ന് കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഹലീമായിരുന്നു. പക്ഷെ ഫഹദിന് ഈ ഹലീം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഇഷ്ടപ്പെടാത്ത കാരണമാണ് അവൻ വല്ലാണ്ട് എക്സ്പ്രഷൻ ഇടാത്തത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഗോകുലം ഗ്രാൻഡിൻ്റെ അടുത്തായിട്ടാണ് ഈ സെയ്ത്തൂൻ വരുന്നത്. സംഭവം ഇത് അവരുടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നേരെ പോയത് ലുലു മാളിലോട്ടാണ്. സംഭവം അവിടെ പോയത് ഫഹദിന് സ്റ്റുഡിയോയിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഫഹദിന് ഡ്രസ്സ് വേണ്ട. അത് കാരണം ഞാൻ എനിക്കൊരു ചെരുപ്പ് എടുത്തു. ഇതായ കാരണം അവിടെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറി ചെന്നപ്പോൾ തന്നെ ഈദിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ആയിരുന്നു ഫുള്ള്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് കയറി എനിക്കൊരു ചെരുപ്പും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് പോകാനായിട്ട് അവിടെ ഉള്ളൊരു ഓട്ടോയിൽ കയറി. അവിടെ നോക്കുമ്പോൾ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആൾ വന്നു. അങ്ങനെ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാണ്. ബീച്ചിൽ ചെന്നപ്പോൾ ഉമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ആളായിട്ട് കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. അവിടെ ബീച്ചിലാണെങ്കിൽ ചെറിയൊരു കാർണിവൽ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കുറച്ച് നേരം കണ്ടിരുന്നു. ആ നേരം ഫഹദ് അവിടെ ഉള്ളൊരു കുപ്പിയിട്ട് തട്ടി കളിച്ചിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന നേരത്താണ് ഒരു താത്ത ഈ ഒരു ലൈസ് ആയിട്ട് വന്നത്. അത് ഹോം മെയ്ഡാന്ന് പറഞ്ഞു. ഹോം മെയ്ഡ് ആയത് കാരണമാണോ എന്നറിയില്ല, ചെറുതായിട്ട് തണുത്ത പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചോക്ലേറ്റ് ഒഴുകണ കണ്ടപ്പോൾ ഞാൻ ആ ചോക്ലേറ്റിലോട്ട് പോയി. അങ്ങനെ അവിടുന്ന് ഒരു ചോക്ലേറ്റ് ബ്രൗണിയും വാങ്ങി. അങ്ങനെ ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണി കിട്ടിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്തിൽ കാണുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു ചോക്ലേറ്റ് ബ്രൗണി വാങ്ങണ നേരത്തെ ഉമ്മ പോയിട്ടൊരു ചക്ക ഐസ്ക്രീമും വാങ്ങി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് വാങ്ങിയത് കണ്ടപ്പോൾ ഫഹദിന് ബബിൾ ടീയും മതി പറഞ്ഞിട്ട് ബബിൾ ടീയും വാങ്ങി. അങ്ങനെ ഇതൊന്നും വാങ്ങിയത് പോരാഞ്ഞിട്ടാണ് കൂന്തൽ നിറച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയും അനിയനെയും കൂടിയിട്ട് ഒച്ചിട്ടിരുന്നത്. എല്ലാ കാണുന്നതും വേണ്ടി വരും. എന്നൊക്കെ വാങ്ങുകയും ചെയ്യും, അത് തിന്നേയില്ല. ഇത് ബാക്കിയാക്കിയിട്ട് ലാസ്റ്റ് എൻ്റെ കയ്യിൽ തരും. എന്നിട്ട് ഞാനതിരുന്ന് തിന്നണം. അങ്ങനെ ആ ഒരു കൂന്തൽ നിറച്ചത് വാങ്ങിയിട്ട് ഉമ്മ തിന്നു. ഒരു ബൈറ്റ് കൊടുക്കാൻ ആൾക്ക് മതിയായി. പിന്നെ നേരെ ഫഹദിനേക്ക് നീട്ടി. അവനക്കൊരു കടിച്ചപ്പോൾ മതിയായി. പിന്നെ ലാസ്റ്റ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് എൻ്റെ കയ്യിൽ തരായിരുന്നു. ഉമ്മ അത് കടിക്കുന്നതിന് മുന്നേ തന്നെ അത് ആദ്യം മണപ്പിച്ച് നോക്കിയതിന് ശേഷമാണ് ആളത് തിന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എല്ലാ ഫുഡും കഴിച്ചു. അങ്ങനെ അവിടെ ഓട്ടയും പിടിച്ച് നേരെ റൂമിലോട്ട് പോയി. അപ്പം ഇന്നത്തെ ഇവിടെ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. കോർത്ത് വെച്ച് അന്നു ഞാൻ വന്ന നേരം നീ എന്തേ എന്നോടൊന്നും മിണ്ടാത്ത പെണ്ണേ. ലൈല ലൈല എന്റെ ലൈല ലൈല ഒന്നും ലൈലേ ലൈലേ നീ എന്റേതല്ലേ. ഖൈസേ ഖൈസേ ഇൻ ഖൈസേ ഖൈസേ ഇന്നും ഖൈസേ ഖൈസേ ഞാൻ നിന്റേതല്ലേ. കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണേ നീ തുള്ളിക്കാണിക്കല്ല പെണ്ണേ. എന്റെ മംഗല്യം വന്നല്ല പെണ്ണേ. എടി ലൈലേ ലൈലേ.
പോകും എന്റെ പൊന്നും പൈങ്കിളിയെ മുഞ്ചുള്ള കൂട്ടിൽ നമുക്കൊന്നിച്ചുറങ്ങാം ലൈല ലൈല എന്റെ ലൈല ലൈല ഒന്നും ലൈലേ ലൈലേ നീ എന്റേതല്ലേ ഖൈസേ ഖൈസേ എന്റെ ഖൈസേ ഖൈസേ ഇന്നും ഖൈസേ ഖൈസേ ഞാൻ നിന്റേതല്ലേ കൊഞ്ചല്ല കൊഞ്ചല്ല പെണ്ണെ നീ തുള്ളിക്കളിക്കല്ല പെണ്ണെ നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ എടി ലൈലേ ലൈലേ നീ ചാരത്ത് വന്ന് ഞാൻ നിൽക്കും നിന്റെ മാറത്ത് താലി ഞാൻ ചാക്കും ആ കവിളത്ത് മുത്തം ഞാൻ നൽകും എടി ലൈലേ ലൈലേ നിന്നെ കണ്ട നാളെ തൊട്ട് എന്റെ കൽവിനുള്ളിൽ എന്നും ഒരു പൂങ്കിനാവുദിച്ചു അത് സ്നേഹമായില്ലേ ലൈല ലൈല എന്റെ ലൈല ലൈല ഒന്നും ലൈലേ ലൈലേ നീ എന്റേതല്ലേ ഖൈസേ ഖൈസേ എന്റെ ഖൈസേ ഖൈസേ ഇന്നും ഖൈസേ ഖൈസേ ഞാൻ നിന്റേതല്ലേ കൊഞ്ചല്ല കൊഞ്ചല്ല പെണ്ണെ നീ തുള്ളിക്കളിക്കല്ല പെണ്ണെ